കളയി കൂടെ പോയപ്പോ അണ്ണന് തോന്നി നല്ല നാറ്റം ഉണ്ടായിരുന്നു. ഇവര് ബെല്ലാരി ഇവിടെയാണ് രാവിലെ ഇറങ്ങുന്നത്. എന്താടാ എല്ലാരും സാന്ദ്രക്ക് ഇവിടെ വേണ്ട ചന്ദ്രു അണ്ണാ പറ എന്തേലും മാമ പറഞ്ഞീ ഞാൻ പറയാം അണ്ണാ അത് മാമൻ പറയാൻ വന്നില്ല പറ അളിയാ ഇവന്മാരെന്നെ പറഞ്ഞിങ്ങനെ ആക്കി എനിക്ക് അറിഞ്ഞൂടെ എന്ത് പറയണമെന്ന്. ഒന്നുമില്ല പറയടാ ഞാൻ സ്പീഡിന്റെ കൂടെയുള്ള ഫസ്റ്റ് നൈറ്റ് കളന്നിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ. പിന്നെ കളിക്കാം അണ്ണാ അണ്ണാ അണ്ണൻ ഈ സ്ഥലത്തിലെ മറ്റേ കൊട്ടത്തി അല്ലല്ല കുട്ടത്തിയെ കണ്ടുകൂട്ടി അണ്ണ ഈ സ്ഥലത്തിന്റെ ബാക്കി വെച്ചിട്ടല്ലേ? അതെ ഞാനും സരക്കും കൂടെ. മാമാ കണ്ണാ എന്തോ അണ്ണാ വിളിച്ചു പറയണ സീരിയസ് ആയിട്ട് സമയം കളഞ്ഞ എന്നെ പറഞ്ഞാ മതി കേട്ടാ. 2 ദിവസം അണ്ണനെതിരെ ടൈം വേസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? സംസാരിക്കുന്ന ജീവിതത്തിൽ നിന്നോട് ഞാൻ പറയട്ടെ. ഇല്ലണ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടോ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. പിള്ളേർക്കൊരു ഫ്ലോ ഞാൻ ഇന്നേ വരെ ടർഫിൽ ഇറങ്ങിയിട്ടില്ല. സ്വാഭാവികം ഇറക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കും. അതെനിക്കറിയാം, മനസ്സിലാവണം. ആ ഒരു അല്ല ബീജ് സെഡ് ബീജ് ഇട്ടാ മിണ്ടാതിരിക്കണ കണ്ണാപ്പി മിണ്ടാതിരിക്കണ. മാമ കണ്ടോ ഒരു ബീജം ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ പറയട്ടെ അവനെന്നാ. അവനേലും മിണ്ടട്ടെ. നീ ഇട്ടാണ് അതിന്റെ പേരിൽ അടുത്ത ആക്ടിവിറ്റി അണ്ണൻ ഓക്കെയല്ലേ അണ്ണ? ഞാൻ ഓക്കെ. നിനക്കൊക്കെ എന്തോ മാനസിക പ്രശ്നം ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിനക്കൊക്കെ എന്തോ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 2 അടി വെയിറ്റ് ചെയ്യണം. ഇത് എങ്ങോട്ടാണ് പോവുക? കണ്ണാപ്പി നീ പറ ബാക്കി. മതിയല്ലേ മതിയല്ലേ കൊണ്ടോ അണ്ണനുമില്ല. അല്ല എന്ത് മാമ കാര്യം പറഞ്ഞോട്? എനിക്ക് പറഞ്ഞൂടാ. നീ ബീജം മാത്രം അറിയാം. മാമ കാര്യം പറയണോ മാമ? ഇവിടെ തൊട്ട് നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങിയാണ്. എന്ത് ബിസിനസ്? അണ്ണാ ഇവിടെ നമ്മൾ മാഫിയ തുടങ്ങിയാണ്. ഇന്ന് തൊട്ട് ഇവിടത്തെ ലിക്വർ സപ്ലൈ നമ്മളാണ്. ഇന്നോട്ട് പരിന്തോസല്ല വാസുദാസ്. ഏതാ എനിക്ക് മാത്രമേ ഉള്ളു. അണ്ണന്റെ ഫാക്ടറിയാണോ കാണുന്നത്? ഇതെന്ത് ഫാക്ടറി? അത് കലനം ചെയ്യുന്നതാണ്. ചന്ദ്രൻ ഇപ്പുറത്ത് ചന്ദ്രൻ ഇപ്പുറത്ത്. അപ്പുറത്തെ സത്യം പറ നിങ്ങൾക്ക് അറിയാവോ ഇത് എന്തെങ്കിലും ഉണ്ടോ? മാമ സ്ഥലമില്ല നിന്റെ അച്ഛന്റെ സ്ഥലം ചെറുതായിരുന്നു മാറി വണ്ടി കയറി
ഇത് തള്ളക്കി വിളിയാണ് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ മനസ്സിലായോ നിനക്കൊക്കെ? നിനക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല. നിനക്കൊക്കെ മറ്റേ മുതുക്കിലിറങ്ങി നിന്ന് മുതുക്കിലിറങ്ങി നിന്ന് മുണ്ട് നോക്കി കാണിക്കാനും ഇതെല്ലാം തീർന്നു കഴിയുമ്പോ അണ്ണൻ ഇത് വന്നു കേറി അണ്ണ ഇത് തീർന്നു കഴിയുമ്പോ അണ്ണ ഇത് പറയണം. ഞാൻ പറഞ്ഞോളാം. ബോബ എവിടെടാ? നീ ഇപ്പൊ കേറാൻ പറഞ്ഞ എങ്ങോട്ടാ? ബോബ കേറ്. അത് ബോബല്ല, അത് ചന്ദ്രൻ. അല്ല ഞാൻ ഒരു കാര്യം ദൈവം ബോബിനെ ഒന്ന് ട്രാക്ക് ചെയ്ത് ബോബിനെ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാമ, അവിടെ മറ്റേ പാട്ടൊക്കെ റിവീൽ ചെയ്തിട്ട് അവിടെ ഫാക്ടറി ഇല്ലായിരുന്നു അവിടെ? അതെനിക്ക് ഇപ്പഴും അറിഞ്ഞൂടാ, മിസ്റ്ററിയാണ്. അറിഞ്ഞൂടാ, ഇവനാണ് കൊണ്ട് നിർത്തിയത്. ഇത് ഫാക്ടറിയുടെ മുമ്പിൽ എത്തുമ്പോൾ പറയാൻ വെച്ച ഡയലോഗ് ആയിരുന്നു വാസുദാസ് ഒക്കെ. അതിപ്പോ യേശുദാസ് അവിടെ പറഞ്ഞു. ഇത് ഒരിക്കൽ കൂടി ക്ഷമിക്കും. ഇനി ഒന്നുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഈ IP എടുത്ത് മറ്റവനെ അയച്ചു ഞാൻ ഈ IP ലൈവിലും കാണിക്കും. അവൻ ഡീഡോസ് അടിക്കട്ടെ. എനിക്ക് ആൾക്കാരോടെങ്കിലും പറയാലോ അതാണ് നല്ലൊരു RP ഡീഡോസ് കാരണം പോയെങ്കിലും പറഞ്ഞു. നമ്മളിത് റിവീൽ ചെയ്യാൻ പോകുന്ന അണ്ണാ, നമ്മളിത് റിവീൽ ചെയ്യാൻ പോകുന്ന കുറച്ചുകൂടെ നീ അങ്ങ് ബീജമല്ല ബീജം എപ്പോഴും ബീജവും സാമാനൊക്കെ ഉള്ളു. മള്ളി ഞാൻ ഇവിടത്തെ അഡ്മിൻസിന്റെ അടുത്ത് പറയുന്നുണ്ട് കുറച്ച് ഡീലോസ് അടിക്കാൻ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. ഇനി ഇറങ്ങി എല്ലാരും ഇറങ്ങ. ബീജ അണ്ണ ഞാൻ ഡയലോഗ് ഒന്നുകൂടെ പറയണം. അണ്ണ ഒന്ന് കേട്ട് ഓന്നൊക്കെ പറയണം. വേറെ വഴിയില്ല നമുക്ക്. ചന്ദ്രൻ മണിക്ക് പോയേട്ടാ. ഇത്രയും നാളും വള്ളി ടീംസ് 4 വള്ളി പിടിക്കുന്ന പിള്ളേരായിരുന്നു. 5 ഇന്ന് തൊട്ടണ്ണാ. മാമാ പറടാ. വാസുദാസ് വലതാരി വെച്ച് കാരണം നമ്മൾ ഇത്ര നാള് പണിയെടുത്ത് ഉണ്ടാക്കിയത് നമ്മളെ സാമ്രാജ്യം. വെച്ചാ അപ്പൊ പൊട്ടിത്തെറിക്കും. അണ്ണൻ ഏതേലും പടത്തിൽ ഇത് കണ്ടിട്ടുണ്ടോ അണ്ണൻ? അത് അത്രക്കില്ല അണ്ണാ വാണൊക്കെ ഞാനേ ഞാൻ അവനെ കുറിച്ച് ആലോചിക്കണം. അവ ഇത്ര നേരം എങ്ങനെ സൈറ്റ് ഇവിടെ നിന്ന്. അല്ല അവൻ ആദ്യമേ അവൻ നമ്മൾ അരമണിക്കൂർ മുമ്പ് തുടങ്ങിയതാണ്. അണ്ണാ നിന്നാ അണ്ണ അതിന്റെ വാതിൽ വാസുദാസ് എന്ന് പറ ഇപ്പൊ തുറക്കും. അങ്ങോട്ട് നോക്കണ്ണ. വള്ളി ടീം തിരക്കി വെച്ചേക്കണേ. കാടിട്ട് വിളിച്ച് കേറണ്ടേ? കൊള്ളാല്ലേ? ഇത് സിറ്റിയിൽ നമുക്ക് കിട്ടുമോ? കിട്ടും. ഇന്നൊരു കിട്ടും. അല്ലല്ലോ ഇത് സിറ്റിയിലുണ്ടാവും മള്ളി. IP വേറെ ആയിരിക്കും. ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ IP കയറിയാ മതി. എപ്പോഴാണ് സന്ദർശിക്കാൻ അടുത്ത ഡയലോഗ് ഉണ്ട്. അടുത്ത മാസം ഡയലോഗ് ഉണ്ട്. അടുത്ത നീ എന്ത് അങ്ങനെ കളിക്കണം? കാര്യം പറ. വെൽക്കം ടു TVA ഗുഡ്സ്. ഇനി ഇവിടെ ആയിരിക്കും നമ്മുടെ ഫാക്ടറി. ഇവിടെ ആയിരിക്കും അണ്ടി പിഴിയേക്കാം. ചാറ് പിഴിഞ്ഞ് അങ്ങോട്ട് ഇവിടെ നിന്നായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ നിങ്ങളോട് ഇതുവരെ പറയാത്ത നമ്മുടെ അണ്ടി ഫാക്ടറി ഇല്ലേ, അത് ഭയങ്കര ചെറുതാ. ഇതിന്റെ 1/3 ഉള്ളൂ സത്യം പറഞ്ഞ. ഇത് വലിയ അണ്ടി. വാസണ്ണ വലതുകാലം വെച്ച് കേറിട്ടാ ലെഫ്റ്റിലോട്ട് നോക്കിയേ. ലെഫ്റ്റിലോട്ട് നോക്കി. ഒരു പഴയ ഫയൽ ചിത്രം. അണ്ണൻ ലോഡായില്ല തോന്നട്ടോ.
മാമ അണ്ണൻ കാണാം സ്ക്രിപ്റ്റ് പറ സ്റ്റാർട്ട് ഇത് അന്ന് പണിതാണ് അന്ന്. ഓർമ്മയുണ്ടാ മിന്നാണെന്റെ ചെറുപ്പകാലത്ത് നല്ല വഴക്കുണ്ട് കേട്ടാ. ഓ നല്ല വഴക്കുണ്ട് നല്ല വഴക്കുണ്ട്. നമ്മൾ ഈ വള്ളി മാത്രമേ എടുത്തുള്ളൂ മുള്ളി എനിക്ക് മനസ്സിലാവില്ല, എന്റെ തല മിന്നണന്റെ തല വെച്ച് റീപ്ലേസ് ചെയ്താണ് മിന്നണ പൈസ കൊടുത്ത് ടീച്ചറുണ്ട് എന്റെ തല ഇരിക്കേണ്ടടുത്ത് മിന്നണന്റെ തല കൊണ്ട് നമ്മ പ്രായം കൂടി ഇതാണ്. പക്ഷേ കവാടത്തിലോട്ട് കയറാം. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് കൊറേ എല്ലാരും കവാടത്തിലോട്ട് കയറ്. നമ്മള് കൊറേ നമ്മള് കൊറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു ഇത് കാണുന്നത് പോലെ ഉണ്ടല്ലേ, നോക്കി നോക്ക്, സത്യല്ലേ? കൊറേ നാള് കഴിയുമ്പോ നമുക്ക് ഇതൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓർത്തിരിക്കാൻ ഇതുപോലെ അണ്ണ ഓർത്തിരിക്കാൻ സത്യം ഓർത്തിരിക്കുക ഇനിയല്ലാണ് അണ്ണ കിടക്കുന്നത്. ഇനി അണ്ണ വെയിറ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്. അണ്ണൻ ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതിനകത്താണ് ഇനി അണ്ണ കേറാൻ പോണത്. അതെ അണ്ണന് മാത്രം, അണ്ണന് മാത്രം. വാസുദാസ്. ഓജി വാസുദാസ്. കണ്ണാടിയുള്ള ഫോട്ടോ കേറി വേണ്ട അണ്ണ കേറി വാ. ഇതെന്താ എനിക്ക് സിറ്റിയിൽ വേണം. അണ്ണാ തെറ്റി. ഓ സെറ്റ് 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 സെറ്റ്. അണ്ണാ ഉറപ്പാണ് ഞാൻ പറയണ. അതെ അതെ, കണ്ണാപ്പി വരുന്നില്ലേ? എണീക്കാൻ പറ്റുന്നില്ല. ലോക്കായിരിക്കും ലോക്കായിരിക്കും. അപ്പൊ അണ്ണാ ഇവിടെ സംശയമുണ്ടോ, ഇത്ര വലിയ ഫാക്ടറി പണിഞ്ഞിട്ട് ഇവിടെ എന്തായിരിക്കും ഉത്പാദനം ഒന്ന്? ഇനിയും വഴിയെ വരുന്നേ ഉള്ളു. ഇതാണ് ഈ നിൽക്കുന്ന ആളാണ് സാധനം. ഇപ്പൊ അണ്ടിയില്ല. കൊറേ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. വാസോണ്ണ ഈ നിൽക്കുന്ന ആളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫുള്ള് ഹൈടെക് ഹൈടെക് അണ്ടിതല്ലാണ്, ഹൈടെക് അണ്ടിതല്ലൽ ഇവനെ. എടാ ഞാൻ ഇതൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പണ്ട് ഗ്രീൻ ചെയ്തിട്ടുണ്ട്. ഒരു വഴിയില്ല. ഇത് കഷ്ടമാണ് മാമൻ കഷ്ടമാണ്. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് മറ്റേ ലിയോയുടെ റെഫറൻസ് അല്ലേ? അണ്ണന് മനസ്സിലായില്ലേ? ഇത് കൊള്ളാൻ കേട്ടോ. ഇവിടെ ഫൈറ്റ് സീനാണ്, ഇവിടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പണിതേക്കുന്നത്. ഇടയ്ക്ക് മറ്റേ പയ്യന്മാർക്ക് റെന്റ് കൊടുത്തായിരുന്നല്ലേ? കൊടുത്ത് വിജയ് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. അൻപരവ് മാസ്റ്റേഴ്സ്. തല്ല അണ്ടി ഉണ്ടോ? മാമ ഉള്ള അണ്ടി എടുത്ത് അതിന്റെ അതിൽ ഫ്രഷ് അണ്ടി വരവണ്ടി വന്നു തുടങ്ങിയില്ല. നമുക്ക് നമ്മുടെ പഴയ ഫാക്ടറി നടക്കാൻ സാധനമൊക്കെ അതൊന്നും സീനില്ല. ഫ്രഷ് അണ്ടി ഇറക്കണം, ഫ്രഷ് അണ്ടി ഇങ്ങോട്ട് ഇറക്കണം. കാരണം പുതിയൊരു തുടങ്ങിട്ടേ അതൊക്കെ നമുക്ക് ഇറക്കാൻ സീനില്ല. ആലോചിക്കാണ്. റോളക്സ് ഓ റോളക്സില്ല, അടുത്ത അപ്ഡേറ്റ് ആണ്. അണ്ടിയൊന്നുമില്ല, നിന്റെ ഒന്നും ഊരി തരൂടാ. എടാ ഞാൻ ആദ്യം കൈ കഴുകണം. ഈ ബക്കറ്റിൽ മുക്കി കൈ കഴുകണം. ഫുൾ പ്രോസസ് ആണ്. ബക്കറ്റിൽ ഇതൊക്കെ വർക്കിംഗ് ആണോ? നമ്മളെ കൂട്ടത്തിലെ സയന്റിസ്റ്റ് പയ്യനാണ്. വർക്കിംഗ് അല്ല, ഇങ്ങനെ കൈ കൊണ്ട് തല്ലണം. കടയണം ഒരുത്തൻ കടഞ്ഞ് ഫുഡും കഴിക്കത്തില്ല, ഒരു കുന്തവും കഴിക്കത്തില്ല, എല്ലാത്തിലും വെൽ പ്ലാൻഡ് ആണ് പയ്യൻ. എന്റെ ഒറ്റ ഒരെണ്ണം ഉള്ളായിരുന്നു, അത് തിന്ന്. ഞാൻ തരാം. ഇവിടെ ഡ്രോപ്പ് യൂസ് ചെയ്ത് എന്ത് വരും? ദൈവത്തിന്റെ അടുത്ത് മതിന്ന് പറഞ്ഞ ഇത് കൊള്ളാല്ലേ, നോക്ക്, നൈസ് സാധനം. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സാധനം. ഇത് നൈസായിട്ട് ഒരു ഫാക്ടറി ആയിട്ട് കൊണ്ടുവന്ന് ഹോസ്റ്റേജ് ഒക്കെ എടുക്കുമ്പോ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്തിട്ട് ഇവിടെ ഇട്ട് അവന്റെയൊക്കെ തല അങ്ങ് അടക്കണം. ഇനി അങ്ങോട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ ചെയ്യണം, അത്രേ ഉള്ളു. അതിൽ കൂടുതൽ വേറൊന്നും ചെയ്യാനില്ല. ഇവിടോട്ടങ്ങ് കൊണ്ടുവരണം, ഇവിടോട്ടങ്ങ് കൊണ്ടുവന്നാ മതി. ഇതാണ് ഇനി നമ്മുടെ മറ്റേ ഇത്. അണ്ണൻ പോയ ഗ്യാപ്പില് നമ്മളൊരു സാധനം ഉണ്ടാക്കി ഇവിടെ പുതിയ ഫാക്ടറിയില്. എന്തോടാ അണ്ണൻ പോയ ഗ്യാപ്പിലേ
നമ്മളൊരു സാധനം ഇപ്പൊ ഇവിടെ റെഡിയാക്കി. എടാ അണ്ണൻ ടെസ്റ്റ് ചെയ്യാൻ കൂടി. അണ്ണൻ തന്നെ ആദ്യം അടിച്ച് ടെസ്റ്റ് ചെയ്യണം. അണ്ണാ ഇവിടെതാ കുറച്ച് ഇല്ലീഗലാണ്. അണ്ണൻ അടിച്ചു നോക്കി. യൂസ് ചെയ്യണ പേര് വായിച്ചു നോക്കണം അണ്ണാ. ഓഹോ അണ്ണാ ഈ ബാഗിലുണ്ട്, ഈ ബാഗിലുണ്ട്. അണ്ണ ഒന്ന് എടുത്ത് അടിച്ചു നോക്കിയാണ്. പേരൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. നോക്കിട്ടൊക്കെ അടിക്കുമല്ലോ. അത്ര കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ല. ഇത് ആള് കാഞ്ഞു പോവാ. ഇത് പിടുത്തോണ്ടാ ഇപ്പൊ സെറ്റ്. ഒരെണ്ണത്തെ കേൾക്കൂല മാമ. ഒരെണ്ണോടെ അണ്ണ ഒരെണ്ണോടെ ഓക്കെ പോരെ ഒന്നായാലും ഒന്നുകൂടെ രണ്ടെണ്ണം കൊടു. അണ്ണ ഫാക്ടറി എങ്ങനെയുണ്ട്? ഫാക്ടറി ഇപ്പൊ എങ്ങനെയാണ് അണ്ണ? അണ്ണാ ഇനിയൊന്ന് ഇപ്പൊ എങ്ങനെ കാണണേ? 7 കളറിൽ കാണണല്ലേ? 7 കളർ ഫാക്ടറി ആണോ? എല്ലാ കളറും ഉണ്ട്. ആ എല്ലാ കളറും. ആ വെട്ടി വെട്ടി. മാമ ഡ്രോപ്പ് മാമ താഴോട്ട് ഡ്രോപ്പ് ഞാൻ കുറെ കാര്യത്തിൽ നിന്ന് പോയി അങ്ങ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നും കണ്ടൂടല്ലേ അപ്പൊ? എന്തോ സാധനം തന്നെ തലയൊക്കെ പോയി. അവസരം എല്ലാരും എടുത്തടി. എല്ലാരും ഓരോന്നും കാടി. ഓ ഞാനും പോയി. എനിക്ക് കിട്ടിയില്ല. ലേബലിംഗ് അങ്ങ് തെളിഞ്ഞില്ല. ഒന്ന് താഴെ ലേബലിംഗ് കണ്ടുവിടാ. നമുക്ക് ഇവിടെ കൊടിയ മത്സരം അഭിപ്രായത്താണ്. കൊടിയ മത്സരം ഒന്നും വേണ്ട. നീ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ചന്ദ്രമാണോ കൊണ്ടിറങ്ങി. ചന്ദ്ര വാണം പിടിക്കല്ലേ ചന്ദ്ര ഇങ്ങനെ. ഓജി ചന്ദ്രബോസ് വാണോ വിട്ട് നടന്നോ ചന്ദ്ര? ബ്രോ ഞാൻ ഒരു കാര്യം പറയാം. അത് അവന്റെ മേടിച്ചു വെക്കണം കേട്ടാ. അത് അവന്റെ മേടിച്ചു വെക്കണം. പണ്ട് ഈ ഒരു കേസിൽ ആളൊന്ന് ഹീറോ ആയിരുന്നു. ഇപ്പൊ ആൾക്കൊരു ഡൗൺ ടൈം ഒന്ന് അപ്പാക്കാൻ വേണ്ടിട്ടാണ് ഇത് കാണിച്ചു വെക്കണം. ഇത് അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. രണ്ട് ബുള്ളറ്റ് ഉള്ളു. അത് കഴിഞ്ഞ കാര്യം. ആ ഓക്കെ 2 ബുള്ളറ്റിൽ 2 സിറ്റ്. ഞാൻ പറഞ്ഞില്ലേ കഴിപ്പ് രണ്ടുപേരും ഇടിച്ചിട്ട് അടിച്ചിട്ടാണ് അന്ന്. ആള് മാറിയിട്ടില്ല. സർവർ മാറിയിട്ടില്ല. തമ്പേരത്തിന് മാറിയിട്ടില്ല. നമുക്ക് അങ്ങനത്തെ പണ്ടത്തെ പരിപാടി ഇപ്പൊ ഇല്ലാതെ തറയിട്ടുണ്ട്.